പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം മാറ്റമില്ലാത്ത കർത്താവിന്റെ വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ദൈവസ്നേഹത്തിന്റെ ആഴം ഒരു വ്യക്തിയുടെ അകത്ത് ഉറപ്പായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ അവൻ നിരാശപ്പെടത്തില്ല. നമ്മുടെ ജീവിതത്തില് നമ്മളെ സ്നേഹിക്കാൻ ഒരാളുണ്ട് എന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ, ഒരു കുഞ്ഞിന്റെ ഉറപ്പെന്താ? ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരു അമ്മയും അപ്പനും ഉണ്ട്. അവന്റെ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പിലെ വളർച്ചയിലും അവനെ ധൈര്യപ്പെടുത്തുന്നത് അവർ ഒറ്റ ബോധ്യമാണ്: എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവ് എനിക്കുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരു മാതാവ് എനിക്കുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ റിയലായി യഥാർത്ഥമായി നമ്മെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ട് എന്നൊരു തിരിച്ചറിവ് നമ്മുടെ അകത്ത് വരുമ്പോൾ ആ ബന്ധമുണ്ട്, ആ സ്നേഹബന്ധം, ആ ബന്ധം ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കും, ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റിമറിക്കും, സ്വസ്ഥത കൊണ്ടുവരും, ഉറപ്പ് കൊണ്ടുവരും. എന്തും ചെയ്യാനുള്ള ധൈര്യമല്ല, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തെ സ്വസ്ഥമായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ധൈര്യം അവിടെ നിന്ന് നമുക്ക് ലഭിക്കും. സ്നേഹം ഏറ്റവും ശക്തിമേറിയതാണ്. സ്നേഹത്തെ നിർവചിക്കാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് വേണ്ട പോലെ നിർവചിക്കാൻ സാധിക്കത്തില്ല. സ്നേഹം അത്രത്തോളം സ്പെഷ്യലാണ്, യൂണീക്കാണ്. നമുക്ക് ദൈവവചനത്തിൽ വായിക്കുമ്പോൾ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്ന ഓരോ സംഭവങ്ങളും നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഈ വചനത്തിൽ വായിക്കുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് മനുഷ്യനോട് പ്രതികരിക്കുന്ന, അതായത് മനുഷ്യന്റെ തെറ്റിന് തക്കവണ്ണം പ്രതികരിക്കുന്ന ദൈവത്തെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണുമ്പോൾ ദൈവം ക്രൂരനായ ദൈവം എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു കർത്താവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ നിത്യതയാണ് ഏറ്റവും വലുത്. നിത്യത. നമുക്ക് ആത്മാവിൽ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന നിത്യജീവൻ. നമുക്ക് നിത്യജീവൻ നമുക്ക് നൽകി തരിക എന്നതായിരുന്നു കർത്താവിന്റെ പദ്ധതി. അപ്പോ നമ്മള് പഴയ നിയമത്തിൽ വായിക്കുമ്പോഴൊക്കെയും കാണാൻ കഴിയുന്ന ദൈവത്തിന്റെ പ്രതികാരം, ദൈവം ജനത്തോട് പ്രതികരിക്കുന്ന രീതി, ജനത്തെ ശിക്ഷിക്കുന്നു, അവിടെ എല്ലാം കാണുന്ന ഒരു കാര്യം ഇതാണ്: ജനത്തെ ശുദ്ധീകരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. ഇപ്പൊ ജനം ചെയ്ത തെറ്റുകളെ, അതിനോട് ദൈവം പ്രതികരിക്കുമ്പോൾ ഒരിക്കലും മനുഷ്യന്റെ നാശം ആഗ്രഹിക്കുന്ന ദൈവമല്ല, മനുഷ്യന്റെ നിത്യതയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അത് കർത്താവ് മറ്റുള്ളവരെ ശിക്ഷിക്കുന്നത് അവർ കണ്ടപ്പോ അവരുടെ അകത്തൊരു ബോധ്യം ഉണ്ടായി: ഞാൻ ഇന്ന തെറ്റ് ചെയ്യുമ്പോൾ ദൈവത്തെ ഞാൻ മുറിപ്പെടുത്തുകയാണെന്നുള്ള ബോധ്യം മറ്റുള്ളവർക്ക് ഉണ്ടാകാനിടയായി. അത് മറ്റുള്ളവർ നല്ലതുപോലെ ജീവിക്കാനും ദൈവത്തെ പ്രസാദിപ്പിക്കാനും ഇടയായിട്ട് മാറി. എന്നാൽ നമുക്ക് യേശുക്രിസ്തുവിലൂടെ സംഭവിച്ച കാര്യം എന്താണ്? യേശുക്രിസ്തുവിലൂടെ അവൻ സകല മാനവജാതിയുടെയും പാപത്തിന്റെ മോചനം സാധ്യമാക്കി തീർത്തു. സകല മാനവജാതിയുടെയും പാപത്തിന്റെ ക്ഷമ ക്രൂശിൽ സാധ്യമാക്കി തീർത്തു. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് നമ്മൾ ദൈവവചനത്തിൽ കാണുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ദൈവം സ്നേഹമാകുന്നു. ഗാഡ് ഈസ് ലവ്. ദൈവം സ്നേഹം. സ്നേഹമാകുന്ന ദൈവത്തെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണോ ആ നിലവാരത്തിൽ തിരിച്ചറിയുന്നത്, അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നത്. സ്നേഹമാകുന്ന ദൈവത്തെ സ്നേഹമാകുന്ന നിലയിൽ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നത്. ദൈവവചനത്തിൽ യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യം ഇങ്ങനെ പറയുന്നു: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതേ, കർത്താവായി യേശുവിനെ ഭൂമിയിലേക്ക് പിതാവ് തന്നത്, ഹല്ലേലൂയ, അവനിൽ വിശ്വസിക്കുന്നവർ നിത്യജീവൻ അവകാശികളായി തീരാനായിട്ട്. ആ നിത്യജീവന് നാം അവകാശികളായി തീർന്നത് ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്താലാണ്.
ദൈവത്തിന്റെ സ്നേഹമാണ് അതിന്റെ അടിസ്ഥാന കാരണം. ദൈവം ആദമിനും ഹവ്വയ്ക്കും, അതായത് മാനവരാശിക്ക് വേണ്ടത് മുഴുവൻ ദൈവം ആദിയിൽ സൃഷ്ടിച്ചു. സകലത്തിനും സൃഷ്ടിച്ചവനായ ദൈവം മനുഷ്യനോട് പറഞ്ഞൊരു കാര്യം ഇതാണ്. മനുഷ്യന് പ്രത്യേകിച്ച് അവന് വസിക്കാനായിട്ട് കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടം ഉണ്ടാക്കി. ആ തോട്ടത്തിൽ അവനെ കൊണ്ടാക്കിയപ്പോ കർത്താവ് പറഞ്ഞൊരു കാര്യമായി, ഈ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ ഫലവും നിനക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിലെ നടുവിലെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. പക്ഷേ അങ്ങനെ കർത്താവ് പറഞ്ഞു. മനുഷ്യൻ സർപ്പത്തിന്റെ വഞ്ചനയാൽ ആ കൽപ്പന ലംഘിച്ച് പാപം ചെയ്ത് ദൈവത്തിന്റെ സാന്നിധ്യവും തേജസ്സും നഷ്ടപ്പെടുത്തി. എന്നാൽ അതെങ്ങനെ തിരിച്ചു പിടിക്കണമെന്ന് അറിയില്ല, എങ്ങനെ അതിലേക്ക് തിരിച്ചു വരണമെന്ന് അറിയില്ല. പക്ഷേ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കണം, എങ്ങനെ ദൈവത്തിന് വേണ്ടിക്കണം അറിയാത്തൊരു തലമുറ. എന്നാൽ അവിടെയെല്ലാം മനുഷ്യൻ അറിവില്ലാതിരിക്കുമ്പോഴും മനുഷ്യന്റെ അടുക്കൽ തേടി വരുന്ന ദൈവസ്നേഹത്തെ ഹാനോക്കിൽ കാണാൻ കഴിയും, നോഹയിൽ കാണാൻ കഴിയും, അബ്രഹാമിൽ കാണാൻ കഴിയും, അബ്രഹാമിന്റെ തലമുറയിൽ കാണാൻ കഴിയും. എന്നാൽ അബ്രഹാമിനും അബ്രഹാമിന്റെ തലമുറയോടും ദൈവം ഉടമ്പടി ചെയ്തു. ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, വലിയ ജാതിയാക്കും. ദൈവം ഉടമ്പടി ചെയ്തു. ഉടമ്പടി, കവനന്റ് റിലേഷൻഷിപ്പിലേക്ക് കടന്നു. ആ ഉടമ്പടി ബന്ധത്തിലേക്ക് ദൈവം വന്നപ്പോ ജനം അബ്രഹാമിനോ ഇസഹാക്കിനോ യാക്കോബിനോ അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കണം. ദൈവം അവരുടെ അടുക്കൽ വന്ന് അബ്രഹാമിനോട് ദൈവം കാണിച്ച നീതി, അബ്രഹാമിനോട് ദൈവം കാണിച്ചതായ സ്നേഹം, അബ്രഹാമിനോട് ദൈവം കാണിച്ചതായ കൃപ, കരുണ, വേറൊന്നും അവിടെ പറയാനില്ല. അവിടെ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. കൃപ ലഭിച്ചപ്പോൾ അവനിൽ ഉണ്ടായ കാര്യം, ആ തലമുറയിൽ ഏറ്റവും വലിയ പാപം നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ യഹോവയുടെ കൃപ നോഹയ്ക്ക് ലഭിച്ചപ്പോൾ രണ്ട് ഗുണമാണ് ഉണ്ടായത്. ഒന്ന്, നോഹയ്ക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. നോഹ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. രണ്ട്, ആ തെരഞ്ഞെടുപ്പിനൊത്തവണ്ണം ജീവിക്കാനുള്ള പ്രാപ്തിയും ദൈവം നോഹയ്ക്ക് കൊടുത്തു. ആ കാലഘട്ടത്തിൽ എല്ലാവരും തെറ്റിയിരിക്കുമ്പോൾ തെറ്റിപ്പോകാതിരിക്കാനുള്ള കൃപയും ആ കൃപയ്ക്കകത്ത് കർത്താവ് പകർന്നു വെച്ചു. ഹാലോഡിയ പ്രിയപ്പെട്ടവർ, ചിന്തിച്ചു നോക്ക്. അവിടെ പിന്നത്തതിൽ അബ്രഹാമിന്റെ സന്തതിയോട്, അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തവനായി ദൈവം അടിമത്വത്തിൽ നിന്ന്, അടിമത്വത്തിന്റെ 430 വർഷത്തെ അനുഭവം ദൈവത്തിന്റെ പലതരത്തിലെ ഇടപെടിയിൽ അബ്രഹാമിനും ഇസഹാക്കിലും യാക്കോബിലും കാണാൻ കഴിയും, യോസഫിലും കാണാൻ കഴിയും. എന്നാൽ കഴിഞ്ഞ 430 വർഷക്കാലത്തെ അടിമത്വത്തിൽ അവർക്ക് ദൈവികമായ ഒരു ഇടപെടിയിലും അവർക്കുണ്ടായതായി കാണാൻ കഴിയും. അവരുടെ കഷ്ടപ്പാടുകൾ വർദ്ധിക്കുന്നു, പീഡനം വർദ്ധിക്കുന്നു, വർദ്ധിക്കുവാൻ കഴിയാതെ, വാഗ്ദത്തം നിറവേറുവാൻ അസാധ്യമെന്ന പോലെ സാഹചര്യങ്ങൾ നിൽക്കുക. ആ സാഹചര്യത്തിൽ ദൈവം തന്റെ തെരഞ്ഞെടുപ്പിനാൽ മോശയെ തെരഞ്ഞെടുത്ത് ജനത്തെ വിടുവിക്കാനായിട്ട് നിയോഗിച്ച് മോശയുടെ വലിയൊരു വീണ്ടെടുപ്പിനെ സാധ്യമാക്കി. അങ്ങനെ വലിയൊരു വീണ്ടെടുപ്പിനെ സാധ്യമാക്കിയവനായ ദൈവം ആ ജനം യാത്ര ചെയ്തു വരവേ ദൈവം അവരോട് സീനായ് മലയുടെ അടിവാരത്തിൽ വെച്ച് സംസാരിച്ചു. ഈ ദിവസങ്ങൾ ദൈവം സംസാരിക്കാൻ പോകും. അങ്ങനെ ദൈവം മോശയെ പർവ്വതത്തിന് മുകളിലേക്ക് വിളിച്ചു. അവിടെ പുകയും അഗ്നിയും ഇടിമുഴക്കും ഒക്കെ, അതായത് ജനത്തിന് ഭയം തോന്നുന്ന പോലെ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു. ആ ദൈവ സാന്നിധ്യത്തിലേക്ക് ആർക്കും കയറിപ്പോവാൻ സാധിച്ചില്ല. കർത്താവ് മോശയോട് പറഞ്ഞു, ഈ മലയ്ക്ക് ചുറ്റും നീ വേലി കെട്ടണം, ആരും കടന്നു വരാൻ പാടില്ല, ആരെങ്കിലും തൊട്ടാൽ അവനെ കൊന്നുകളയണം. അതായിരുന്നു നിയമം. അങ്ങനെ ആ മലയുടെ മുകളിൽ, പർവ്വതത്തിന് മുകളിൽ വെച്ച് ദൈവം മോശയോട് സംസാരിച്ച് നഷ്ടപ്പെട്ടുപോയ മഹത്വം, അതായത് ജീവിച്ചിരിക്കേണ്ടതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് വ്യക്തമായ കൽപ്പനകളും നിർദ്ദേശങ്ങളും കർത്താവ് കൊടുത്തു. ന്യായപ്രമാണത്തെ കൊടുത്തു. ആ ന്യായപ്രമാണം അവരുടെ കരങ്ങളിൽ ലഭിച്ചു. ന്യായപ്രമാണത്തിലൂടെ അവർക്ക് ഒരു കാര്യം തിരിച്ചറിയാനിടയായി. നഷ്ടപ്പെട്ട മഹത്വത്തെ എങ്ങനെ തിരിച്ചു പിടിക്കാം, എങ്ങനെ ദൈവത്തിലേക്ക് മടങ്ങി വരാം, എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന അറിവ്, ബോധ്യം അവർക്ക് കിട്ടി. എന്നാൽ അവരുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും
അവരാൽ ആവുന്ന വിധമെല്ലാം അവർ ശ്രമിച്ചു. ദൈവവചനത്തിൽ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ എന്തെല്ലാം കൽപ്പനകൾ ഉണ്ടായിരുന്നു അതെല്ലാം അവർ അനുസരിക്കാനായിട്ട് ശ്രമിച്ചു. കൊടുക്കാനായിട്ട് പറഞ്ഞെടുത്തവർ കൊടുത്തു, യാഗം അർപ്പിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമോ അതെല്ലാം അവർ ചെയ്യാനായിട്ട് തുടങ്ങി. എന്നാൽ അവരിതെല്ലാം ചെയ്യുമ്പോഴും അവർക്ക് ഒരു പ്രശ്നമുണ്ട്. ശാരീരികമായി അല്ലെങ്കിൽ പുറമെ അവർ ചില യാഗങ്ങൾ അർപ്പിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അതിലൊക്കെ ആ കൊടുക്കുന്ന കാര്യത്തിൽ അവര് കമ്മിറ്റഡ് ആയിരുന്നു, വളരെ വളരെ വിശ്വസ്തരായിട്ട് തന്നെ ചെയ്തു. എന്നാൽ അവരുടെ അകത്തൊരു മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അവർക്ക് കഴിയുന്നില്ല. പൗലോസ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. അപ്പൊ അവരുടെ ജീവിതത്തിനകത്ത് എന്തൊക്കെ ചെയ്തിട്ടും അവരുടെ അരിഷ്ടത അവരുടെ അകത്തൊരു ചേഞ്ച് ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നില്ല. അകത്തൊരു മാറ്റം വരുത്താൻ അവർക്ക് കഴിയുന്നില്ല. അങ്ങനെ അകത്തൊരു മാറ്റം വരുത്താൻ കഴിയാതിരുന്ന ആ ജനം ന്യായപ്രമാണത്തിന്റെ കുഴപ്പമല്ല, ന്യായപ്രമാണം ആത്മീകമെന്ന് തന്നെയാണ് റോമാലേഖനത്തിൽ പറയുന്നത്. ന്യായപ്രമാണം ഒരിക്കലും തെറ്റല്ല, അനാത്മീകമല്ല, ആത്മീകമാണ്. ന്യായപ്രമാണത്തിൽ തന്നിട്ടുള്ള പ്രമാണങ്ങളൊന്നും ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, അമ്മയും അപ്പനെ ബഹുമാനിക്കുക, പാപം ചെയ്യരുത് എന്നീ കൽപ്പനകളൊന്നും അനാത്മീകമല്ല, ആത്മീകമാണ്. പക്ഷേ ജഡത്താലുള്ള ബലഹീനത നിമിത്തം അവർക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് അവരുടെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച കാര്യം, അവരുടെ ജീവിതത്തിന്റെ നന്മകളെ പ്രാപിക്കാൻ കഴിയാതെ അവരെ തടഞ്ഞു നിർത്തിയ കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ജഡത്തിന്റെ ബലഹീനത. ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവിക കൽപ്പനകളെ പ്രമാണിക്കാൻ കഴിയാതെ വണ്ണം നിങ്ങളെ തടയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഈ വചന കേൾവി നിങ്ങളുടെ അകത്തൊരു ബോധ്യം കൊണ്ടുവരും. ആമേൻ, ഹല്ലേലൂയ. എങ്ങനെ പുറത്തു വരാം, എങ്ങനെ ദൈവ പ്രമാണത്തിനകത്തായിത്തീരാം, എങ്ങനെ കർത്താവിനോട് ചേർന്ന് വസിക്കാം എന്നൊരു അറിവ് ഈ വചന കേൾവിയിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇവിടെയാണ് യോഹന്നാന്റെ സുവിശേഷം 3:16 പ്രസക്തി. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ മക്കളാകാനുള്ള അധികാരം തന്നവനായ ദൈവം, വചനം ജഡം ധരിച്ചവനായ ദൈവം, വീണ്ടും ജനിച്ചാൽ ദൈവരായത്തെ കാണാമെന്ന് വാക്ക് പറഞ്ഞ ദൈവം. യോഹന്നാൻ സുവിശേഷം 3:16 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം, തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ക്രൂശിൽ വെളിപ്പെട്ടത് നാം പലപ്പോഴും അതിന്റെ ഒരു വശമാണ് മനസ്സിലാക്കുന്നത്. ദൈവത്തിന്റെ പ്രതികാരം, നമ്മുടെ അതിക്രമങ്ങൾ, നമ്മുടെ പാപം, നമ്മുടെ കുറവുകൾ, നമ്മുടെ ബലഹീനതകൾ മുഴുവൻ യേശുവിന്റെ ശരീരത്തിൽ ചുമത്തിയിട്ട് യേശുവിനെ ദൈവത്തിന്റെ കോപാഗ്നിയെ വെളിപ്പെടുത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ട ഒരു ക്രൂശിൽ വെളിപ്പെട്ടത് ദൈവത്തിന്റെ കോപം, ദൈവത്തിന്റെ ശിക്ഷയുടെ ശക്തി അല്ല വെളിപ്പെട്ടത്. ക്രൂശിൽ വെളിപ്പെട്ടതിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് പിതാവായ ദൈവത്തിന്റെ സ്നേഹമാണ്. The love of God manifested over the cross. ദൈവത്തിന്റെ സ്നേഹമാണ് ക്രൂശിൽ വെളിപ്പെട്ടത്. ക്രൂശിൽ വെളിപ്പെട്ടത് മാനവജാതിയുടെ പാപത്തിന്റെ കാഠിന്യം വെളിപ്പെടുത്തി മനുഷ്യനെ ശിക്ഷിക്കുന്ന ദൈവത്തെ അല്ല കാണുന്നത്. പകരമായി മാനവജാതിക്ക് വേണ്ടി, മനുഷ്യന് വേണ്ടി പുത്രനെ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട്, അതെ ഹല്ലേലൂയ, ആ ക്രൂശിലൂടെ, അതായത് ദൈവത്തിന്റെ സ്വഭാവം മാറാനായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന് മനുഷ്യനോടുള്ള അപ്രോച്ച് മാറാനായിട്ട്, ആമേൻ, യേശുവിനെ ക്രൂശിൽ മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അത് ഒരു വശം മാത്രമാണ്. മറ്റൊരു വശം എന്താണെന്നറിയാമോ? ക്രൂശിൽ യേശുവിനെ നിങ്ങൾക്കും എനിക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നപ്പോ കൊലോസ്യ ലേഖനം 1:20 പറയുന്നു, ആമേൻ, താൻ പുത്രൻ മുഖാന്തരം നമ്മെ അവനോട് നിരപ്പിച്ചു. യേശു ക്രിസ്തു മുഖാന്തരം നമുക്കുണ്ടായത് ഹല്ലേലൂയ പിതാവിനോട് നിരപ്പായി തീർന്നു. അതായത് പിതാവിന് നമ്മളോട് നിരപ്പ് പ്രാപിക്കാൻ വേണ്ടി പിതാവ് ചെയ്തു എന്ന് ചിന്തിക്കരുത്. അതായത് ചിന്തിച്ചു നോക്കുക, അബ്രഹാമിന്റെ അടുക്കൽ കർത്താവ് ഇറങ്ങി വന്ന് സംസാരിക്കായിരുന്നു. അബ്രഹാം ദൈവത്തോട് സംസാരിച്ചതല്ല, നോഹയോട് ദൈവം സംസാരിച്ചത്.
ഹാനോക്കിന്റെ കൂടെ ദൈവം നടന്നു. ദൈവം ഹാനോക്കിന്റെ കൂടെ നടന്നു. യാക്കോബിനോട് ദൈവം സംസാരിച്ചു. ഇസഹാക്കിനോട് ദൈവം സംസാരിച്ചു. ഇവിടെ എല്ലാം ദൈവം അവരോട് സംസാരിച്ചു എന്നാ കാണുന്നത്. ദൈവം അവരോട് സംസാരിച്ചവനായ ദൈവം മനുഷ്യനോട് കയ്പും ദേഷ്യവും കോപം പാപം ചെയ്ത നിമിത്തമുള്ള വളരെ ദഹിപ്പിക്കുന്ന അഗ്നിയുടെ സ്വഭാവത്തിൽ നിന്നിരുന്നുവെങ്കിൽ ഇവരോട് ആരോടും ദൈവത്തിന്റെ ഇടപെടലിന് അവസരങ്ങളില്ലാതെ പോയത്. എന്നാൽ ദൈവം സ്നേഹമാണ്. ദൈവം മനുഷ്യന്റെ പാപത്തിന് തക്കവണ്ണം മനുഷ്യരോട് ചെയ്യുന്നവനല്ല. മനുഷ്യന്റെ പാപം ഏതാണെന്നറിയാമോ? അവിശ്വാസമാണ് പാപം. അത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവിടെ ക്രൂശിൽ വെളിപ്പെട്ടത് ദൈവത്തിന്റെ കോപാഗ്നിയല്ല, മറിച്ച് സ്നേഹാഗ്നിയാണ്. ആ ക്രൂശിലേക്ക് നോക്കുമ്പോ ഹല്ലേലൂയ, ആ ക്രൂശിലേക്ക് നോക്കുമ്പോ പിതാവിന്റെ ഹൃദയത്തിലല്ല മാറ്റം ഉണ്ടാകുന്നത്. ക്രൂശിലേക്ക് നോക്കുമ്പോ നിങ്ങൾക്കും എനിക്കുമാണ് ഹൃദയത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. അതായത് പുത്രനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചവനായ പിതാവ്, ക്രൂശിൽ അടിക്കപ്പെടാനായിട്ട് പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തരുവോളം നമ്മെ സ്നേഹിച്ചവനായ പിതാവ്, താൻ ശക്തനായിരിക്കെ, താൻ ബലവാനായിരിക്കെ, താൻ നീതിമാനായിരിക്കെ, താൻ വിശുദ്ധനായിരിക്കെ, ആമേൻ, മനുഷ്യനെ ഓർക്കേണ്ടതിന് അവൻ എന്തും മാത്രം. സങ്കീർത്തനം 8-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യനെ ഓർക്കേണ്ടതിന് അവൻ എന്തുള്ളൂ. 5-ാം വാക്യം. അപ്പൊ അവിടെ പറയുന്നത് മനുഷ്യനെ ഓർക്കേണ്ടതിന് അവൻ ഒന്നുമില്ല, മനുഷ്യനൊന്നുമല്ലാതിരിക്കെ ദൈവത്തിന്റെ നിബന്ധനകളില്ലാത്ത സ്നേഹം മനുഷ്യനെ അവൻ തന്റെ സ്നേഹത്തിലേക്ക്, തന്റെ കൂട്ടായ്മയിലേക്ക് വലിച്ചടിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും എനിക്കും ഹല്ലേലൂയ ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം ദൈവത്തോടുള്ള കൂട്ടായ്മയാണ്. ദൈവത്തോടുള്ള കൂട്ടായ്മയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ആ കൂട്ടായ്മയ്ക്ക് കാരണമായി തീർന്നത് പിതാവായ ദൈവം ക്രൂശിൽ വെളിപ്പെടുത്തിയ സ്നേഹമാണ്. പ്രിയപ്പെട്ടവർ, ക്രൂശിലേക്ക് നോക്കുമ്പോ പിതാവിന്റെ ഹൃദയത്തിൽ അല്ല നമ്മളോടുള്ള ദേഷ്യം തണുക്കുന്നത്. നമ്മൾ അങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ക്രൂശിലേക്ക് നോക്കുമ്പോഴല്ല, നമ്മളിലേക്ക് നോക്കുമ്പോഴാണ്. അതായത് പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, യേശു എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. യേശു എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു. അവൻ തന്റെ രക്തം എന്റെ പാപത്തിനു വേണ്ടി ഒഴുക്കിയെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ അവിടെയാണ് ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ദൈവിക, ആമേൻ, ദൈവത്തിന്റെ ഹല്ലേലൂയ ഹൃദയത്തെ നാം കാണുന്നത്. അവിടെ എന്റെ ജീവിതത്തിൽ മാറ്റം വരിക. ആമേൻ, എന്റെ ജീവിതത്തിനകത്ത് എന്നെ തകർക്കുവാൻ, എന്നെ നശിപ്പിക്കുവാൻ പിശാചിട്ട പദ്ധതികളെ മുഴുവൻ യേശു ക്രൂശിൽ ആമേൻ തിരുത്തി. ആമേൻ, അവൻ അതിനെ മായ്ച്ചു കളഞ്ഞു. എന്റെ കുറവുകളെ, എന്റെ ബലഹീനതകളെ യേശു ക്രൂശിൽ ആമേൻ ഹല്ലേലൂയ തറച്ചു കളഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ, യെസ്, ഞാൻ വിശ്വസിക്കുമ്പോൾ എന്റെ ജീവിതത്തിന്റെ നിലവാരത്തെ മാറ്റുന്ന ഒരു ദൈവം. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് നാം തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട സത്യം, ഹല്ലേലൂയ, ക്രൂശിൽ വെളിപ്പെട്ടത് ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവത്തിന്റെ കോപാഗ്നിയല്ല, ദൈവത്തിന്റെ സ്നേഹാഗ്നിയാണ്. നിങ്ങളുടെ ജീവിതം എത്ര മാത്രം തെറ്റിയതായിക്കോട്ടെ, ഗോഡ് ലവ്സ് യു. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ആ തിരിച്ചറിവ് നിങ്ങളുടെ അകത്ത് കോൺഫിഡൻസിനെ കൊണ്ടുവരും, ധൈര്യത്തെ കൊണ്ടുവരും, ഉറപ്പിനെ കൊണ്ടുവരും. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. അവിടെ വെളിപ്പെട്ടത് ദൈവത്തിന് മാനവരാശിയോട് തോന്നിയ ദേഷ്യം മുഴുവൻ ക്രൂശിൽ പുത്രനെ മേൽ ചുമത്തി എന്നല്ല, ദൈവം നമ്മളോട് കാണിച്ച സ്നേഹം മുഴുവൻ ആ ക്രൂശിൽ വെളിപ്പെടുത്തി. എന്നിട്ട് ഹല്ലേലൂയ, അവിടെ ക്രൂശിലേക്ക് നമ്മളെ, ആ ക്രൂശിനെ നോക്കാൻ പറഞ്ഞിട്ട് നമ്മളോട് പറയുക, ആ ക്രൂശിലേക്ക് നോക്കിയിട്ട് നിങ്ങളുടെ അകത്തെ കുറ്റബോധം എടുത്തുകളാ, പിതാവിന്റെ സന്നിധിയിലേക്ക് ഓടിവാ, ദൈവസന്നിധിയിലേക്ക് ഓടിവാ. പുത്രൻ എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്നുള്ള ബോധ്യത്തോടെ, എന്റെ രോഗം അവന്റെ ശരീരത്തിൽ ചുമന്നു എന്നുള്ള ബോധ്യത്തോടെ, എന്റെ ദാരിദ്ര്യം അവന്റെ ശരീരത്തിൽ വഹിച്ചു എന്നുള്ള ബോധ്യത്തോടെ, അവൻ എന്നെ നീതീകരിച്ചു എന്നുള്ള ബോധ്യത്തോടെ എന്റെ സന്നിധിയിലേക്ക് ഓടിവാ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. 10-ാം വാക്യം പറയുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചതിനെ സാക്ഷാൽ സ്നേഹമാകും. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം
നാം അവനെ സ്നേഹിച്ചതാൽ അവൻ സ്നേഹിച്ചു. അവൻ നമ്മെ സ്നേഹിച്ചു. അവൻ നമ്മെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, നാം പാപികളായിരുന്നപ്പോ തന്നെ, നാം കുറവുള്ളവരായിരുന്നപ്പോ തന്നെ, നാം ബലഹീനരായിരുന്നപ്പോ തന്നെ നമ്മെ സ്നേഹിച്ചു. യെസ്, തന്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, നമുക്ക് വേണ്ടി വിട്ടു തന്നവൻ, നമുക്ക് വേണ്ടി ഹല്ലേലൂയ നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട്, നമ്മുടെ ജീവന്റെ വിടുതലിനായിട്ട് തന്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നവനായ ദൈവം. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ ഹൃദയത്തിൽ ആ ഒരു ബോധ്യം ഉണ്ടാകട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ ആ ഒരു ഉറപ്പുണ്ടാകട്ടെ. ക്രൂശിൽ വെളിപ്പെട്ടത് ദൈവത്തിന്റെ കോപാഗ്നിയല്ല, സ്നേഹത്തിന്റെ അഗ്നിയാണ്. ആ കോപത്തിന്റെ അഗ്നി ഹല്ലേലൂയ എന്നെ തകർത്ത് കളയുമ്പോൾ സ്നേഹത്തിന്റെ അഗ്നി എന്നിലെ പാപത്തെ തകർത്ത് എന്നെ ജീവിപ്പിക്കുമാറാക്കി. ഹല്ലേലൂയ. ആമേൻ. കോപത്തിന്റെ അഗ്നി ആമേൻ എന്റെ നന്മകളെ തകർത്ത് കളയുമ്പോൾ ഹല്ലേലൂയ ആമേൻ എന്റെ സ്നേഹത്തിന്റെ, കർത്താവ് വെളിപ്പെട്ട സ്നേഹത്തിന്റെ അഗ്നി എന്റെ നന്മയ്ക്ക് വിരോധമായി നിന്നതിനെ ദഹിപ്പിച്ചു കളഞ്ഞു. ആമേൻ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്നേഹം ക്രൂശിൽ വെളിപ്പെട്ടത് ദൈവത്തിന്റെ സ്നേഹമാണ്, ദൈവത്തിന്റെ സ്നേഹം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ അതിന്റെ 1 യോഹന്നാന്റെ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം വാക്യം, യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവരിൽ ദൈവവും അവൻ ദൈവത്തിൽ വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവം വസിക്കുന്നു. God is in you. കർത്താവ് നിങ്ങളിൽ വസിക്കുക, കർത്താവ് നിങ്ങളിൽ വസിക്കുക. ആമേൻ. പ്രൈസ് ഗോഡ്. അവൻ നിങ്ങളിൽ വസിക്കുന്നു. ആരിലാണ്? യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവന്, യേശുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനിൽ ദൈവം വസിക്കുന്നു, ദൈവം വസിക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവം വസിക്കുന്നു. ആരില്ല? യേശുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനിൽ ദൈവം വസിക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവം വസിക്കുന്നു. എന്നിട്ട് ഹല്ലേലൂയ അത് 16-ാം വാക്യം, ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇവിടെ വചനത്തിൽ പറഞ്ഞ് സ്നേഹത്തിൽ വസിക്കുക. അതായത് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ അടുക്കിലേക്ക് വരുമ്പോ സ്നേഹത്തിൽ വസിക്കണം. എന്താണ് സ്നേഹത്തിൽ വസിക്കുക എന്ന് പറയുന്നത്? നിങ്ങൾ കാണുന്നതെല്ലാം സ്നേഹത്തിൽ കാണണം. ഹല്ലേലൂയ. നിയമത്തിന്റെ വ്യവസ്ഥയിൽ നിങ്ങൾ കാര്യങ്ങളെ കാണാൻ തുടങ്ങിയ നിങ്ങളുടെ അകത്തൊരു ചിന്ത ഉണ്ടാകും, ഞാൻ പാപിയാണ്, ഞാൻ തകർക്കപ്പെടാൻ യോഗ്യതയുണ്ട്, എന്റെ ജീവിതത്തിനകത്ത് ഒരു യോഗ്യതയുമില്ല ദൈവത്തിന്റെ അടുക്കൽ പോകാനായിട്ട്, അപ്പ പിതാവിനെ വിളിക്കാൻ എനിക്ക് യോഗ്യതയില്ല. എന്നാൽ സ്നേഹത്തിൽ വസിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലാകും, ഹല്ലേലൂയ എന്റെ പാപത്തിന് വേണ്ടി പിതാവ് പുത്രനെ എനിക്ക് വേണ്ടി വിട്ടു തന്നു, എന്നെ നീതീകരിച്ചു, എന്നെ മകനാക്കി തീർത്തു, എന്നെ മകളാക്കി തീർത്തു, ഹല്ലേലൂയ എന്നെ കർത്താവിന് പ്രിയനാക്കി തീർത്തു. ഈ ബോധ്യത്തിൽ വസിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒറ്റപ്പെടലിന്റെ വേദന തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ചെയ്ത കുറവുകൾ തന്നെ നിങ്ങളോട് പിശാചിനെ വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ നിരാശപ്പെടുത്തുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിയ അബദ്ധങ്ങളെ വീണ്ടും വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എടുത്തു കാണിച്ച് നിങ്ങളെ തളർത്തുന്നുണ്ടോ? നാട്ടുകാരും വീട്ടുകാരും ഒരുപോലെ നിങ്ങളെ പഴിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങൾ ഏതൊക്കെ സാഹചര്യങ്ങൾ ഒറ്റപ്പെട്ടിരുന്നാലും ദൈവത്തിന് സ്നേഹം മാറാത്തതായിട്ട് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് നിൽക്കുക. ആ സ്നേഹം പ്രദർശിപ്പിക്കപ്പെടുന്ന സ്നേഹമാ, വെളിപ്പെടുന്ന സ്നേഹമാ. ഹല്ലേലൂയ. ചിലര് പറയാറില്ലേ, ഞാൻ അങ്ങനെ, എനിക്ക് കുഞ്ഞുങ്ങളോട് സ്നേഹമാണെങ്കിലും ഞാൻ അങ്ങനെ പ്രകടിപ്പിക്കാറില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, മറക്കരുത്, ദൈവം തന്റെ സ്നേഹത്തെ അകത്ത് സൂക്ഷിക്കുന്നവനല്ല, പ്രകടിപ്പിക്കുന്നവനാ. അതാണ് ക്രൂശിൽ വെളിപ്പെട്ടത്. നിങ്ങളുടെ ജീവിത സാഹചര്യം എന്തുമാകട്ടെ, ആ സ്നേഹത്താൽ നിങ്ങളുടെ രോഗത്തിന് സൗഖ്യമുണ്ട്, ആ സ്നേഹത്താൽ നിങ്ങളുടെ ശാപത്തിൽ നിന്ന് വിടുതലുണ്ട്, ആ സ്നേഹത്താൽ നിങ്ങളുടെ ദാരിദ്ര്യത്തിൽ നിന്ന് വിടുതലുണ്ട്, ആ സ്നേഹത്താൽ നിങ്ങളുടെ കുറ്റബോധത്തിൽ നിന്ന് വിടുതലുണ്ട്. ഇന്ന് നിങ്ങൾ ഏത് സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ശരി, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മുഴുവൻ മാറ്റിമറിക്കാൻ ദിസ് ലവ് ഈസ് ഏബിൾ. ദിസ് ലവ് ഈസ് ഇനഫ്. ഈ സ്നേഹം മതിയായതാ. ദൈവ സ്നേഹം മതിയായതാ. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങൾ തളർന്നു പോകാതെ, പതറിപ്പോകാതെ, നിങ്ങളുടെ അകത്തൊരു കോൺഫിഡൻസ് ഉണ്ടാകട്ടെ. മൈ ഗോഡ് ലവ്സ് മീ. എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. എന്റെ ചുറ്റുപാടുകൾ കേൾക്കുന്ന നെഗറ്റീവാ, ചുറ്റുപാടുകൾ കേൾക്കുന്ന ശാപവും തകർച്ചയും പ്രതികൂലങ്ങളുമാ. ചുറ്റുപാടുകൾ ഞാൻ കേൾക്കുന്നല്ല നെഗറ്റീവ് ദൂതുകളാ. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, മൈ ഗോഡ് ലവ്സ് മീ, മൈ ഗോഡ് ലവ്സ് മീ, മൈ ഗോഡ് ലവ്സ് മീ. ഒരു തിന്മയും ഒരു ദോഷവും ഒരു അനർത്ഥവും ഒരു പ്രതികൂലവും വരാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ബിക്കോസ് എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൂതത, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ യോഗ്യത നോക്കിയിട്ടല്ല, നിങ്ങളെ ശരിതെറ്റുകൾ നോക്കിയിട്ടല്ല, നിങ്ങളെ അവൻ സ്നേഹിക്കുന്നു.
അവന്റെ സ്വഭാവമാണ്, അവന്റെ നേച്ചറാണ്. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നത് അവന്റെ സ്വഭാവമാണ്. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ജീവിതത്തിൽ ഏത് അവസ്ഥയിലും നിങ്ങൾ കിടക്കുന്നെങ്കിലും നിങ്ങളുടെ അകത്തൊരു ബോധ്യം ഉണ്ടാകട്ടെ, ഗോഡ് ലവ്സ് മീ. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് നിങ്ങൾ തന്നെ ഒന്ന് വിളിച്ചു പറ, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ തകരാൻ വിളിക്കപ്പെട്ടവരല്ല നിങ്ങൾ, അനുഗ്രഹിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവരാ. നിങ്ങളുടെ അകത്ത് ആരാൽ നിങ്ങൾ കൈവിടപ്പെട്ടവരാണെങ്കിലും, എത്രത്തോളം നിങ്ങൾ ഒറ്റപ്പെട്ടവരാണെങ്കിലും, ഏതൊക്കെ മേലിൽ നിന്ന് തകർന്ന് തരിപ്പണമായി കിടക്കുന്നവരെങ്കിലും, നിങ്ങളുടെ അകത്ത് നിങ്ങളോട് തന്നെ ആത്മാവെന്ന് പറയുന്ന ഒരു ദൂതുണ്ട്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ആരെക്കാളും നിങ്ങളുടെ പരിമിതികളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, നിങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, നിങ്ങളുടെ ന്യൂനതകളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, നിങ്ങളുടെ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, ഗോഡ് ലവ്സ് യു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ആ സ്നേഹത്തെ തിരിച്ചറിയുമ്പോൾ ആമേൻ, നിങ്ങൾ ആരുമാകട്ടെ, ഏത് തരത്തിലുള്ള വ്യക്തി ആയിക്കോട്ടെ, ഗോഡ് ലവ്സ് യു. നിങ്ങളുടെ അവസ്ഥയെ മാറ്റാൻ കർത്താവ് ശക്തനായിട്ട് കൂടെ നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ഒന്ന് വിശ്വസിക്കാമോ? കർത്താവിനോടൊന്ന് പറയാമോ, കർത്താവെ അങ്ങനെ സ്നേഹിക്കുന്നതിനായിട്ട് നന്ദി, ഞാൻ വിശ്വസിക്കുന്നപ്പ അങ്ങനെ സ്നേഹിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ ക്രൂശിലെ മരണം എന്നോടുള്ള സ്നേഹത്തിന്റെ പ്രകടനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഒന്ന് വിശ്വസിക്കാമോ? ഹല്ലേലൂയ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഹല്ലേലൂയ. കർത്താവ് ഈ പ്രോഗ്രാമിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നു, ജീവിതത്തിൽ ഒറ്റപ്പെട്ടിട്ട് ആരും സ്നേഹിക്കാനില്ലാതെ, ആരും കരുതാനില്ലാതെ, ആരും ഒന്നും ഹല്ലേലൂയ ആമേൻ കൈപിടിക്കാനില്ലാതെ, ആരും അവരുടെ ഹൃദയത്തെ തിരിച്ചറിയാനില്ലാതെ, എല്ലാ മേഖലയിലും ഒറ്റപ്പെട്ട്, എല്ലാ മേഖലയിലും ഹല്ലേലൂയ നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇപ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിനകത്ത് ആ നിരാശ മാറിപ്പോകട്ടെ. ദൈവ സ്നേഹത്തിന്റെ ശക്തി ഒന്ന് വെളിപ്പെടട്ടെ, ദൈവ സ്നേഹത്തിന്റെ മഹത്വം ഒന്ന് വെളിപ്പെടട്ടെ. കർത്താവ് സ്നേഹിക്കുന്നു എന്നുള്ള ബോധ്യം അവരുടെ അകത്ത് വെളിപ്പെടട്ടെ. ആ സ്നേഹത്തിന്റെ ബോധ്യത്താൽ രോഗത്തെ ജയിക്കട്ടെ, ആ സ്നേഹത്തിന്റെ ബോധ്യത്താൽ കടഭാരത്തെ ജയിക്കട്ടെ, ആ സ്നേഹത്തിന്റെ ബോധ്യത്താൽ നിരാശയെ ജയിക്കട്ടെ, ആ സ്നേഹത്തിന്റെ ബോധ്യത്താൽ പ്രതികൂലത്തെ ജയിക്കട്ടെ, ആ ദൈവ സ്നേഹത്തിന്റെ ബോധ്യത്താൽ അവരെ എല്ലാ പ്രതികൂലങ്ങളെയും ജയിച്ച് എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവ് അവരുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും അസാധാരണമായ ജീവൻ, അസാധാരണമായ ശക്തി, അസാധാരണമായ മഹത്വം, അസാധാരണമായ സ്നേഹം, അസാധാരണമായ ധൈര്യം ഇപ്പോൾ തന്നെ വെളിപ്പെടട്ടെ. രോഗികളായിട്ടുള്ളവർക്ക് ഇപ്പോൾ തന്നെ സൗഖ്യമുണ്ടാകട്ടെ, നിരാശകൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ. പ്രത്യേകിച്ച് കർത്താവ് ഉള്ളിൽ വന്നിരിക്കുന്ന നാളെയെ കുറിച്ചുള്ള ഭീതി, ആങ്സൈറ്റി മാറട്ടെ. അത് ചുറ്റുപാടുകളിൽ നിന്ന് കേട്ട നെഗറ്റീവ് കാര്യങ്ങൾ, ആളുകൾ പറഞ്ഞ മറ്റുള്ള വാക്കുകൾ അവരുടെ അകത്ത് ഇങ്ങനെ എക്കോ പോലെ വീണ്ടും പ്രതിധ്വനിച്ചിട്ട് അവരുടെ അകത്ത് വല്ലാത്തൊരു ഭയം കയറിയിരിക്കുന്നവർ, വല്ലാത്ത ഭയത്തിലായിരിക്കുന്നവർ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അവരുടെ ഹൃദയത്തിനകത്തുനിന്ന് ആ ഭയം ഒന്ന് മാറിപ്പോകട്ടെ. കർത്താവിലെ ധൈര്യവും ഉറപ്പും സന്തോഷം അവരുടെ അകത്ത് വരട്ടെ. അവരുടെ രോഗങ്ങൾ മാറിപ്പോകട്ടെ, നിരാശകൾ മാറിപ്പോട്ടെ, സാമ്പത്തിക വിഷയങ്ങളിൽ അത്ഭുതം നടക്കട്ടെ. കർത്താവെ അങ്ങനെ അവിടുന്ന് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഞാൻ വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ ആരുമാകട്ടെ, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നുണ്ട്. അവന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത നിബന്ധനയില്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ട് ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട. ജീവിതത്തിലെ സകല സാഹചര്യങ്ങളും ധൈര്യത്തോടെ ഫേസ് ചെയ്യാം. സ്നേഹിക്കുന്ന ഒരു കർത്താവ് കൂടെ ഉണ്ട്, സ്നേഹിക്കുന്ന നിബന്ധനയില്ലാതെ സ്നേഹിക്കുന്ന കർത്താവ് കൂടെ ഉണ്ട്. നിങ്ങൾ ജയാളികളാണ്. എല്ലായിടത്തും നിങ്ങൾ ഒരു അനുഗ്രഹമായി തീരുമെന്നതിന് ഒരു സംശയം വേണ്ട. God loves you. God bless you. Amen.